എന്നാ ദിവാകര? അയ്യോ എന്റെ കർത്താവേ, നീ എന്നാത്തിനാ ഞങ്ങളുടെ ദേഹത്തിങ്ങനെ തീമട പെയ്യിക്കുന്നത്? അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും? മോളിക്കുട്ടി, ജോസൂട്ടി എല്ലാം പോയടാ. എന്നാ ദിവാകര? ഇന്നലത്തെ കാട്ടിൽ 10 പറ പുറയിടത്തിലെ വാഴയെല്ലാം ഒടിഞ്ഞുപോയി. എന്നാത്തിനാ എന്നാ തെറ്റ് ചെയ്തിട്ടാ മാലാക വല്യച്ചോ ഒന്നിനു മേലെ ഒന്നായിട്ട് ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? നീ കരച്ചിലൊന്നും നിർത്തണ്ടേ ശോശാമേ. വിഷമം വന്ന പിന്നെ കരയാതെ പിന്നെ ഈ വിളവിന് സ്ത്രീധനത്തുകയുടെ ബാക്കി കൊടുക്കാന്ന് വർക്കിക്കുഞ്ഞിനോട് ഏറ്റേക്കുന്നല്ലേ? ഇനിയിപ്പൊ എന്നാ ചെയ്യും? ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ? നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. വാ വർക്കി കുഞ്ഞെ, ഇങ്ങ് കേറിയിരിക്കെ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. വക്രി കുഞ്ഞോ? പേരിട്ടവനെയൊക്കെ വെട്ടി കൊല്ലണം. മാക്രി കുഞ്ഞെന്നു. എന്താണ് എന്റെ പേര്? വർക്കി കുഞ്ഞ്. കിട്ടിപ്പോയി. ആ കുഞ്ഞ് സ്ത്രീധന ബാക്കി ചോദിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, എന്തൊക്കെയായിരുന്നു. ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും? തേങ്ങാ കൊല. നാവിറങ്ങിപ്പോയോ? സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോ അളിയൻ ഇങ്ങനെ വന്ന് വാഴക്കൊല ഉണ്ടാക്കല്ലേ? അല്ല, വഴക്കുണ്ടാക്കല്ലെന്ന്. അളിയൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കേ. ഒരിക്കലും വീട്ടിൽ നിന്ന് കഴിച്ചതിന്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്തുവാ? കല്യാണം. നിന്റെ പെങ്ങളെ കെട്ട് കഴിഞ്ഞ് വർഷം 6 ആയിട്ടും വാക്കിന് വില കാണിക്കാത്ത നിങ്ങളൊക്കെ വലിയ സത്യക്രിസ്ത്യാനികൾ. ഞാൻ വെറും നസ്രാണി. എനിക്കിപ്പോ രണ്ടിലൊന്നും അറിയണം. കാശ് തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോ. കൊച്ചുറാണിയും പിള്ളാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. വർക്കിച്ചായ നിർത്ത്. ആൾക്കാരൊക്കെ അതൊക്കെ നിനക്ക് അറിയാല്ലടാ. എല്ലാരും അറിയട്ടെ എന്റെ ഭാര്യ വീട്ടുകാരുടെ ഗുണവധികാരം. കുറെ കാലമായി ഞാനിവിടെ പട്ടിയെ പോലെ വർക്കി കുഞ്ഞെ, അങ്ങനാണെ നീ ഒരു കാര്യം ചെയ്യ്. എന്താ? എന്റെ മകൾ കൊച്ചുറാണിയെ മാത്രം നീ ഇങ്ങ് കൊണ്ടാക്കിയേര്. ഇനി നിനക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വന്നു കൂട്ടിക്കൊണ്ടുവന്നോളാം അവളെ. അപ്പൊ പിള്ളാരാ? എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തു. നിന്റെ മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീയല്ലേ വർക്കി കുഞ്ഞെ? അല്ലേ ദിവാകര? അത് പിന്നെ ഈ പ്രസവിച്ചത് ഞാനാണെങ്കിലും നീ ഇങ്ങ് വന്നേ വർക്കി. കൊച്ചവളുടെ കൂടെ അല്ലേ? ശരിയപ്പ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ അളിയാ. അളിയ, നീ എന്നെ പോലെ കുടുംബകാര്യം മാത്രം നോക്കാതെ ഇടയ്ക്ക് സ്റ്റാൻഡിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നേ. നമുക്ക് വീട്ടുകാരും പറഞ്ഞിരിക്കാം. അമ്മ, ആ കുഴമ്പ് തീർന്ന അമ്മേ? തീർന്നു മോനെ. വാങ്ങിച്ചു കൊടളിയാ? അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ വാങ്ങിച്ചോളാം. കാശിങ് തന്നാ മതി. എന്താളിയാ കാശ് കുടുംബകാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ആരാ എന്റെ ഓട്ടോ കൊണ്ടുപോയി പിടിപ്പിച്ചത്? അല്ല, നിങ്ങളവനെ എന്നാ പറഞ്ഞ സമാധാനിപ്പിച്ചേ? എന്തോന്ന് പറയാനാടി, അടുത്ത വിളവിനങ്ങ് കൊടുക്കാന്ന് പറഞ്ഞു. ഏത് വിഷമങ്ങളും ഏതാണ്ട് ഇങ്ങനെ തന്നെ അപ്പൻ നേരിടാറ്. ഒരു മാജിക്കാരന്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിയെ പോലെയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ അപ്പന്റെ മുന്നിൽ. അപ്പന്റെ വാക്കുകൾ തന്ന ശക്തിയില ഞാൻ ജെസിമോള് നഷ്ടമായുള്ള വിഷമം മറന്നു തുടങ്ങിയതും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതും. ജെസിമോളുടെ 2ാമത്തെ പ്രസവം. എന്നോടുള്ള വാശിക്കാണോ ഇവളിങ്ങനെ പിള്ളേരെ പെറ്റുകൂട്ടുന്നതെന്ന് എനിക്കൊരു സംശയം. സാറേ, പലിശ മുഴുവനുണ്ട്. എണ്ണി നോക്കണ്ട, കുറഞ്ഞു പോയാലോ. ഇതെന്നാ ജോസൂട്ടി 6000 രൂപ കുറവ്? എന്നാണാവോ? എണ്ണിപ്പോ കുറവായതാണോ? ജോസൂട്ടി, ഇത് എന്നോട് തന്നെ വേണോ? എന്റെ ഒരു പഴയ വിദ്യാർത്ഥിയാണെന്ന സ്നേഹം കൊണ്ടാ നിന്റെ വീടിന് ജപ്തി നോട്ടീസ് വന്നപ്പോ ഇത്രയും വലിയ തുക ഒന്നിച്ചു തന്നത്. അതിന് പലിശ പോലും കറക്റ്റായി തരില്ലാന്ന് വെച്ചാ അത് ഒരവസ്ഥ. ഒന്നും പറയണ്ട. നിന്നെ പോലെ ഗുരുഭക്തി ഇല്ലാത്ത പിള്ളേരുടെ മുമ്പിൽ വർഷങ്ങളോളം വായിട്ടലച്ചുണ്ടാക്കിയ കാശാ ഞാൻ പലിശ കൊടുക്കണേ.
സൈലൻസ്.